ഒരു തടസ്സം വരുമ്പോൾ അതിനെ വളമാക്കി മാറ്റുന്നവരാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളത്. ആരുടെ കുതുകാൽ വെട്ടിയിട്ടാണെങ്കിലും ഇത്തരത്തിൽ ജീവിത വിജയം ഉണ്ടാക്കാൻ ചിലർക്ക് കഴിയും. അത് അവരുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ ജീവിതത്തിലെ ആകസ്മികമായി സംഭവിച്ച ഒരു അവസ്ഥയെ വളമാക്കി മാറ്റി ആ തണലിലൂടെ ഉയർന്നു വരാൻ ശ്രമിച്ച ആളാണ് രേണു. രേണു എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. കൊല്ലം സുധീയുടെ ഭാര്യ രേണു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കത്തും. അതെ, അത് തന്നെയാണ് അവരുടെ മാർക്കറ്റിംഗ് നെയിം. സുധിയുടെ മരണം ഒരു മറയാക്കി തന്റെ സ്ഥാനം ആളുകൾക്കിടയിൽ ഉറപ്പിക്കാനുള്ള രേണുവിന്റെ ശ്രമമാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഇടയ്ക്ക് രേണുവും സോഷ്യൽ മീഡിയ താരമായ ദാസേട്ടൻ കോഴിക്കോടും ചെയ്തൊരു വീഡിയോ സോഷ്യൽ മീഡിയ വൈറലായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളോടൊക്കെ രേണു പ്രതികരിച്ചിരുന്നു. വീഡിയോ കണ്ട പലരും രേണുവിനോട് വല്ലാത്ത ഇഷ്ടമായെന്നും എന്നാൽ അതിൽ ചിലർ ബോഡി ഷെയിം നടത്തിയെന്നും രേണു പറയുന്നുണ്ട്. ചുണ്ടിനടിയിൽ ഹാൻസ് വെച്ചിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ബോഡി ഷെയ്മിങ്ങിന്റെ ഭാഗമായതിനാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ. എന്നാൽ നാടകത്തിന്റെ തിരക്കിലായതിനാൽ നിയമപരമായി പോവാൻ സമയമില്ലെന്നാണ് രേണു പറയുന്നത്. അടുത്ത സെഷൻ പിന്തുണയുടേതാണ്. സുധിയുടെ ഫാമിലി തുടങ്ങി സ്വന്തം ഫാമിലിയും കൂടെ അഭിനയിച്ച ദാസേട്ടൻ വരെ രേണുവിന് നല്ല പിന്തുണ കൊടുക്കുന്നുണ്ടത്രേ. പിന്നെ എല്ലാവരുടെയും ധാരണ മോശം പറഞ്ഞ് വീട്ടിലെത്താമെന്നാണ്. അത് നടക്കില്ലെന്നും തീർത്തു തന്നെ പറയുന്നുണ്ട് രേണു. സുധി മരിച്ച് ഒരു വർഷം തികയുന്നതിന് മുൻപേ ഇത്തരത്തിലൊരു വീഡിയോ ഇറങ്ങിയിട്ടും സുധിയുടെ വീട്ടുകാരുമൊക്കെയായി നല്ല ബന്ധമാണെന്നും അവർ എല്ലാവരും ജോലി തിരക്കായതിനാലാണ് ഇങ്ങോട്ടേക്ക് വരാത്തതെന്നും എപ്പോഴും ഫോൺ വിളിക്കാറില്ലെങ്കിലും വിളിക്കുമ്പോഴൊക്കെയും നല്ല സ്നേഹമാണെന്നും ഒക്കെ പറയുന്ന രേണുവിന്റെ തൊലിക്കെട്ടി അപാരം തന്നെയാണ്. അവർക്കൊക്കെ ഈ വൈറലായ വീഡിയോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത്രേ. സ്വാഭാവികം. ഇതുവരെയും കൊള്ളാം. ഇനിയാണ് രേണു സ്വയം ഒന്ന് ചിന്തിക്കേണ്ടത്. രേണുവിന്റെ അഭിപ്രായത്തിൽ ഒരു വിധവ ആയതുകൊണ്ടാണ് അത്രേ പലരും രേണുവിനെതിരെ തിരിയുന്നത്. ഈ പറയുന്നവരുടെ വീട്ടിലാണ് ഒരു വിധവ ഉള്ളതെങ്കിൽ അവർ വീട്ടിലിരിക്കണമെന്നൊന്നും ആവശ്യപ്പെടില്ലെന്നും പകരം സമൂഹത്തിലേക്ക് ഇറങ്ങി നല്ലോണം ജീവിക്കാനേ പറയൂ എന്നാണ് രേണുവിന്റെ അഭിപ്രായം. എന്നാൽ ഇത് വല്ലാതെ രേണുവിനെ അസ്വസ്ഥയാക്കുന്നുമുണ്ട്. പക്ഷെ രേണു സുധി പറയുമ്പോൾ അത് പ്രശ്നമാണ്. കാരണമായി രേണു പറയുന്നത് രേണു എന്ത് ചെയ്താലും വിവാദമാവുമെന്നാണ്. ഇതാ ഇവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അതെങ്ങനെയെന്ന് രേണു ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട രേണു, നിങ്ങൾ ഒരു വിധവ ആയതുകൊണ്ടും ഈ മേഖലയിൽ വലിയ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല ആളുകൾ നിങ്ങളെ വിമർശിക്കുന്നത്. സുധി മരിച്ച അന്ന് മുതൽ ഒരാവശ്യവുമില്ലാതെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് ഫേമസ് ആയിട്ട് ഇതുപോലെ ഒരു എൻട്രി നടത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. അന്ന് നിങ്ങളുടെ കൂടെ സങ്കടപ്പെട്ടവർ പെട്ടെന്നുള്ള നിങ്ങളുടെ മനംമാറ്റം കണ്ട് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഫേമസ് ആവുന്നതും ജോലി ചെയ്യുന്നതും ഒന്നും തെറ്റല്ല. പക്ഷെ അത് ഈ രീതിയിൽ ആയതുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ ഇങ്ങനെ വിമർശിക്കുന്നത്. അതിന് ആളുകളെ മാത്രം തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മുൻപിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് നേരായ രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് വളരാനുമാവും. നിങ്ങളുടെ മുൻപിൽ വന്നു ചേർന്ന അത്തരത്തിലൊരു അവസരമാണ് നിങ്ങളുടെ ഭർത്താവിന്റെ മരണം. അത് നിങ്ങൾ നന്നായി തന്നെ ഉപയോഗിച്ചു. അപ്പോൾ കുറഞ്ഞ പക്ഷം അതിന് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ നിങ്ങൾ ബാധ്യതയാണ്. അല്ല എങ്കിൽ നിങ്ങൾ അത് പ്രൈവറ്റ് ആക്കിയോ അല്ലെങ്കിൽ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആക്കിയോ മറ്റോ വെക്കണമായിരുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വൈറലാവുമ്പോൾ നിങ്ങളോട് ആളുകൾക്കുള്ള എതിർപ്പായോ സ്നേഹമായോ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അത് കേവലം ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. അത് മോശ രീതിയിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി തന്നെ മുന്നോട്ട് പോവാം. ഒരു ബിസിനസ്സുകാരിയുടെ മനോഭാവത്തോടെ ജീവിതത്തിൽ കരുക്കൾ നിൽക്കുന്ന നിങ്ങൾ തീരൊന്നും വാടരുത് എന്നാണ് ഞങ്ങളുടെ കുറഞ്ഞ പക്ഷം എന്റെയെങ്കിലും അഭിപ്രായം.